നമസ്കാരം. സമയം മലയാളത്തിലേക്ക് എല്ലാ കായിക പ്രേമികൾക്കും സ്വാഗതം. അങ്ങനെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുടെ അന്താരാഷ്ട്ര മത്സരങ്ങൾ വീണ്ടും വരാൻ പോവുകയാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2026 അവസാനിച്ചതിന് ശേഷം ഇന്ത്യയെ കാത്തിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ടെസ്റ്റ് പരമ്പരകളാണ്. ടെസ്റ്റ് ഒരു മത്സരം കളിക്കുമ്പോൾ ഏകദിനത്തിൽ 3 പരമ്പരകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിനായുള്ള ടീമിനെ ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി. കരുത്തുറ്റ സംഘത്തെ തന്നെയാണ് ഇന്ത്യ പരമ്പരയ്ക്ക് പരിഗണിച്ചിരിക്കുന്നത്. പ്രധാനമായും ഏകദിന ലോകകപ്പ് 2027 വരാനിരിക്കെ ഏകദിന ടീമിൽ എല്ലാ പ്രമുഖ താരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇറങ്ങിയിരിക്കുന്നതെന്ന് പറയാം. IPL കളിച്ചിട്ടുള്ള ചില പ്രമുഖരായ ബൗളർമാർക്ക് വിശ്രമം അനുവദിച്ചെങ്കിലും സീനിയർ താരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇന്ത്യയുടെ ഏകദിന സ്ക്വാഡിൽ നിന്ന് പ്ലേയിങ് 11ലേക്ക് ആരൊക്കെ എത്തും എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. നിലവിലെ സാധ്യത പ്രകാരം ഇന്ത്യക്ക് പരിഗണിക്കാൻ കഴിയുന്ന ബെസ്റ്റ് ഏകദിന പ്ലേയിങ് 11 ഏതാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓപ്പണിങ്ങിൽ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ഓപ്പണിംഗ് കൂട്ടിയിട്ട് തുടരും. അക്കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. കാരണം അടുത്ത ഏകദിന ലോകകപ്പിലും ഇതേ കൂട്ടുകെട്ടുമായി ഇന്ത്യ മുന്നോട്ട് പോകാനാണ് സാധ്യത. ശുഭ്മാൻ ഗിൽ ടീമിൻ്റെ നായകനാണെങ്കിൽ രോഹിത് ശർമ്മ സീനിയർ താരവും മുൻ ക്യാപ്റ്റനുമാണ്. ഏകദിനത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും റെക്കോർഡുകളും അത്ര വേഗത്തിൽ ആർക്കും പകരം വെക്കാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ രോഹിത്തിനെ വരുന്ന ലോകകപ്പിലും എന്തായാലും പിന്തുണയ്ക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ. എന്നാൽ IPLയുടെ പരിക്കേറ്റ രോഹിത് ശർമ്മയ്ക്ക് പൂർണ്ണ ഫിറ്റ്നസ്സിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അപ്പം രോഹിത് കളിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്സിനെ വിലയിരുത്തിയായിട്ടാവും ഉണ്ടാവുക. ഗില്ലിന് ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റ്സ്മാൻ എന്ന നിലയിലും വളരെ നിർണായകമാണ് ഇനിയുള്ള പരമ്പര. കാരണം ഏകദിന ലോകകപ്പിന് മുമ്പ് അദ്ദേഹത്തിന് ക്യാപ്റ്റൻ എന്ന നിലയിൽ കരുത്ത് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനോടകം ഏകദിനത്തിൻ്റെയും ടെസ്റ്റിൻ്റെയും നായകസ്ഥാനത്തേക്ക് എത്തിയെങ്കിലും ക്യാപ്റ്റൻ എന്ന നിലയിൽ പ്രതീക്ഷിച്ച ഒരു പ്രകടനം നടത്താൻ വേണ്ടിയിട്ട് ഗില്ലിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗില്ലിനെ സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാൻ പരമ്പര അദ്ദേഹത്തിൻ്റെ കഴിവ് അളക്കപ്പെടുന്ന ഒരു മത്സരം അല്ലെങ്കിൽ പരമ്പര തന്നെയായിരിക്കും. 3-ാം നമ്പറിൽ വിരാട് കോഹ്ലി ഇന്ത്യക്കായി കളിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കോഹ്ലിയുടെ സമീപകാലത്തെ ഫോം വളരെ മികച്ചാണ്. IPL നമുക്ക് നോക്കിയാൽ അറിയാം, RCBക്കൊപ്പം അദ്ദേഹം ഇപ്പോഴും മികച്ച പ്രകടനം പുറത്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോഹ്ലിയെ എന്തായാലും ലോകകപ്പിൽ 3-ാം നമ്പറിലേക്ക് കൊണ്ടുപോകും എന്ന് തന്നെയാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ഓക്കെ ആണെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും നിലവിലില്ല എന്ന് തന്നെ നമുക്ക് പറയാം. 4-ാം നമ്പറിലേക്ക് വരുമ്പോൾ ശ്രേയസ് അയ്യർ ആ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം ശ്രേയസിന് വെല്ലുവിളി ഉയർത്താൻ നിലവിൽ ഇപ്പോൾ ഋതുരാജ് ഗൈക്വാദ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഋതുരാജ് ഇപ്പോൾ സമീപകാലത്ത് മോശം ഫോമിലേക്ക് പോയതിനാൽ ശ്രേയസ് അയ്യർ 4-ാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. ശ്രേയസിന് വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് ഇന്ത്യയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ പിന്തുണ ആ റോളിൽ ലഭിക്കും. 5-ാം നമ്പറിൽ വിക്കറ്റ് കീപ്പറായി KL രാഹുൽ തന്നെ തുടരും. നിലവിൽ ഇന്ത്യയുടെ ഏകദിനത്തിലെ വിക്കറ്റ് കീപ്പർമാർ രാഹുലും ഋഷഭ് പന്തുമായിരുന്നു. ഋഷഭ് പന്തിനെ മോശം ഫോമിനെ തുടർന്ന് പുറത്താക്കിയപ്പോൾ പകരം ഇഷാൻ കിഷനാണ് ടീമിലേക്ക് വന്നത്. എന്നാൽ പ്ലേയിങ് 11ലേക്ക് എത്തുക ഇഷാനെ സംബന്ധിച്ച് എളുപ്പമായിരിക്കില്ല. 5-ാം നമ്പർ രാഹുൽ തന്നെ തുടരാനാണ് സാധ്യത. 6-ാം നമ്പറിലേക്ക് വരുമ്പോൾ പേസ് ഓൾറൗണ്ടറായിട്ട് ഹർദിക് പാണ്ഡ്യ ഉണ്ടാകും. ഹർദിക് പാണ്ഡ്യ കളിക്കുമെന്ന് തന്നെയാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഈ പരമ്പരയ്ക്ക് മുമ്പ് അദ്ദേഹത്തിന് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിവരം. അങ്ങനെയാണെങ്കിൽ 6-ാം നമ്പറിൽ ഹർദിക് പാണ്ഡ്യ ഉണ്ടാവും. 7-ാം നമ്പറിൽ നിതീഷ് കുമാർ റെഡ്ഡിനെ കളിപ്പിക്കാനാണ് സാധ്യത. കാരണം അദ്ദേഹം ഒരു പേസ് ഓൾറൗണ്ടറാണ്. സമീപകാലത്ത് IPL നമുക്ക് നോക്കുമ്പോൾ അദ്ദേഹം മികച്ച വേഗതയിൽ പന്തെറിയുന്നുണ്ട്. ബാറ്റിങ്ങിലും പ്രകടനം മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ 7-ാം നമ്പറിലേക്ക് പിന്തുണച്ചേക്കും. 8-ാം നമ്പറിൽ സ്പിൻ ഓൾറൗണ്ടറായിട്ട് അക്സർ പട്ടേൽ ഇല്ല. അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അക്സറിന് പകരം വാഷിംഗ്ടൺ സുന്ദർ ഉണ്ടാകും. അദ്ദേഹത്തിന് പ്ലേയിങ്ങിൽ ഒരു സ്ഥാനം ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് റോൾ ടീമിൻ്റെ പ്ലേയിങ് കോമ്പിനേഷൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയുടെ ടോപ്പ് 6 നോക്കുകയാണെങ്കിൽ എല്ലാവരും വലംകൈമാരാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ വാഷിംഗ്ടൺ സുന്ദറിനെ 4-ാം നമ്പറിലേക്കോ 5-ാം നമ്പറിലേക്കൊക്കെ മാറി മാറി പരീക്ഷിക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായിട്ട് കുൽദീപ് യാദവിനെ 9-ാം നമ്പറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കുൽദീപിൻ്റെ ചൈനാമൻ ബൗളിങ്ങിനെ ഇന്ത്യ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഏകദിന ലോകകപ്പിലേക്ക് പിന്തുണയ്ക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് അഫ്ഗാൻ പരമ്പര. അതിൽ അദ്ദേഹത്തെ പരിഗണിച്ചത്. എന്നാൽ ഇനിയുള്ള എല്ലാ പരമ്പരകളിലൂടെയും കുൽദീപിന് തൻ്റെ മികവ് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. 10-ാം നമ്പറിൽ ഇടംകൈയൻ പേസറായിട്ട് അർഷദീപ് സിംഗിനെ പരിഗണിക്കും. കാരണം ഇന്ത്യക്ക് മികച്ച ഇടംകൈയൻ പേസറെ വളർത്തിക്കൊണ്ട് വരേണ്ട അത്യാവശ്യമാണ്. ലോകകപ്പിൽ അത് ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യുകയും ചെയ്യും. നിലവിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ബാറ്റ്സ്മാരെല്ലാം വലംകൈയന്മാരായതിനാൽ ഹർഷദീപിനാണ് കൂടുതൽ പിന്തുണ ലഭിക്കുക. 11-ാം നമ്പറിൽ പ്രസിദ്ധ് കൃഷ്ണ, പ്രിൻസ് യാദവ് എന്നീ 2 ഓപ്ഷൻസ് ഉണ്ട്. 11-ാം നമ്പറിൽ പ്രിൻസ് യാദവിനെ കളിപ്പിക്കാനാണ് കൂടുതൽ സാധ്യത. പ്രസിദ്ധ് കൃഷ്ണ അവിടെ ഉണ്ടെങ്കിൽ തന്നെ
യുവ പേസറായ പ്രിൻസ് യാദവിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പോൾ ഇന്ത്യയുടെ സാധ്യത പ്ലേയിങ്ങിലോ പരിശോധിക്കുമ്പോൾ രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ ഓപ്പണിങ്, വിരാട് കോഹ്ലി 3 നമ്പറിലുണ്ടാവും, ശ്രേയസ് അയ്യർ 4 നമ്പറിൽ, 5 നമ്പറിൽ KL രാഹുൽ, 6 നമ്പറിൽ ഹർദിക് പാണ്ഡ്യ, 7 നമ്പറിൽ നിതീഷ് കുമാർ റെഡ്ഡി, 8 നമ്പറിൽ വാഷിംഗ്ടൺ സുന്ദർ, 9 നമ്പറിൽ കുൽദീപ് യാദവ്, 10 നമ്പറിൽ അർഷദീപ് സിംഗ്, 11 പ്രസിദ്ധ് കൃഷ്ണ ഓർ പ്രിൻസ് യാദവ്. ഇങ്ങനെയാവും ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ ഉണ്ടാകാൻ സാധ്യത. മറ്റേതെങ്കിലും ബെസ്റ്റ് പ്ലേയിങ് ഇലവൻ നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്.